ഈ കാലാവസ്ഥ ഒരു തരത്തിലും പിടിതരുന്ന ഒന്നല്ല. ഇത്തിരി നേരം മുമ്പ് നോക്കിയപ്പോൾ വളരെയധികം മൂടിക്കെട്ടിയാണ് ആകാശം നിന്നത്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതാ പൊരുവെയിൽ. പിന്നെയും ഇത് തന്നെ ആവർത്തനം. ഞാനിന്ന് ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കാൻ നേരത്ത് ചുമ്മാ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. ചുമ്മാ എന്ന് പറയാൻ പറ്റില്ല, അച്ഛന് കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അച്ഛൻ ദിവസവും ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാറുണ്ട്. ഷുഗറിന് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? എനിക്കെപ്പോഴും തോന്നാറുള്ള ഒരു കാര്യമുണ്ട്. എന്താ അറിയോ, നമ്മളെല്ലാവരും ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു നാടകത്തിലോ മറ്റോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരും അഭിനേതാക്കളാണ്. എവിടെയോ ഇരുന്ന് ഒരാൾ ക്യാമറ ചലിപ്പിക്കുന്നുണ്ടെന്നും ഒരാൾ ഇതെല്ലാം ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിൽ തോന്നാറുണ്ടോ? അതെന്ത് എനിക്ക് മാത്രം തോന്നുന്നതാണോ എന്നറിയാനാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഇത് നാടകമാണെന്ന് തോന്നാറുണ്ട് ജീവിതം എന്ന്. അതുപോലെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ആരോ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഇത്ര കാലത്തേക്ക് നമ്മളൊരു കോൺട്രാക്റ്റ് എടുത്ത് ഒരു വലിയ സിനിമ നിർമ്മിക്കുന്നത് പോലെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ ഒന്ന് പറയണേ, കമൻറ്റിൽ പറയണേ. അപ്പോൾ പറഞ്ഞു വന്നത്, അച്ഛനുള്ള ശംഖുപുഷ്പം പറിച്ചു കഴിഞ്ഞ് ഞാൻ മുറ്റത്തേക്ക് കുറച്ച് നേരം കൂടി നടന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ പെട്ടെന്നൊരു മഴ പെയ്തു. ആ മഴയത്ത് എന്തൊക്കെയോ താഴെ ചാടുന്ന ഒച്ചകൾ കേട്ടിരുന്നു. അപ്പം അമ്മ രാവിലെ പറഞ്ഞു കുറച്ച് തേങ്ങ ചാടി കിട്ടിയിട്ടുണ്ടെന്ന്. ചുമ്മാ വശത്തേക്കൊന്ന് കറങ്ങി നോക്കിയതാണ്. തേങ്ങ അമ്മ രാവിലെ പറക്കി വെച്ചിരുന്നു. അതുകൊണ്ട് ഞാനതിലെ പോയപ്പോൾ കുറച്ച് അടയ്ക്ക കണ്ടു, അത് പറക്കിയെടുത്തു. പിന്നെ കുറച്ച് നേരം നമ്മുടെ മുൻവശത്തെ ചെടികളുടെ കൂടെ അങ്ങനെ നിന്നു. പിന്നെ ഒരു കപ്പ് ചായ എടുക്കാം എന്ന് വിചാരിച്ച്, ഇവിടെ ഇപ്പം ആരുമില്ല, അപ്പോൾ എനിക്ക് മാത്രമുള്ളൊരു ചായ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ട് നിൽക്കുന്നതാണ്. ചായക്ക് വെള്ളം വെച്ച് ഇങ്ങനെ ഓരോന്നും ആലോചിച്ചിരുന്ന് അങ്ങനെ സമയം പോയി. പിന്നെ അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.